കീമിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട് പല വിദ്യാർത്ഥികൾക്കും സംശയങ്ങളുണ്ട്. അപ്പം അതെപ്പോഴാണ് നടക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നോർമലി നടക്കാറുള്ളത് തേർഡ് അലോട്ട്മെൻ്റ് ആണ്. എന്നാൽ ചില ഇയേഴ്സിൽ തേർഡ് അലോട്ട്മെൻറ്റ് നടക്കാറില്ല, പകരം മോപ്പപ്പ് അല്ലെങ്കിൽ സ്ട്രേ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ചില ഇയേഴ്സിൽ തേർഡിന് ശേഷമാണ് മോപ്പപ്പ് അല്ലെങ്കിൽ സ്ട്രേ അലോട്ട്മെൻറ്റ് നടക്കുക. ഇതിനും ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്പോട്ട് നടക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും. അത് നിങ്ങളെ ഏത് കോളേജിൽ പോയാലും ശരി അങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കും സ്പോട്ട്. അപ്പം ഈ സ്പോട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സ്പോട്ട് ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളുടെ എല്ലാം നടക്കുന്നത് ഒരുമിച്ചിട്ടായിരിക്കും. അതായത് ഒരു കോളേജ് വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള GC തൃശ്ശൂരിൽ വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് 2 years അങ്ങാണ്ടായിട്ട്. അപ്പോൾ ഈ വർഷം അവിടെ വെച്ച് തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പം GC തൃശ്ശൂരിൽ കുട്ടികൾ അവിടെ ചെന്നതിന് ശേഷം നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ സ്പോട്ടിൽ മെയിനായിട്ട് അവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ലക്ക് ഭയങ്കര മാറ്ററാണ്. ഇപ്പം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ വേക്കൻ്റ് ഉണ്ട്, അപ്പം നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്പം അവിടെ റിസർവേഷനും വേക്കൻ്റ് ഉണ്ടെങ്കിൽ അവിടെയും റിസർവേഷൻ്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ജനറൽ സീറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ സീറ്റ് ഏതെങ്കിലുമൊക്കെ വേക്കൻ്റായിട്ട് കിടപ്പുണ്ട്, ആൻഡ് നിങ്ങൾ ആണ് അവിടെ എത്തിയിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പ് റാങ്കിങ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ പ്യുവർലി ലക്ക് ഭയങ്കര മാറ്റർ ആയിട്ടുള്ള സംഭവമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് തന്നെ പൈസ അടയ്ക്കാം, അവിടെ വെച്ച് തന്നെ അഡ്മിഷൻ കിട്ടും, റിസൾട്ടും അന്ന് തന്നെ അറിഞ്ഞ് നമുക്ക് ഇങ്ങനെ പോരാന്നുള്ളൊരു കാര്യം ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലക്ക് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് കോളേജുകളുടെ ഇങ്ങനെയാണ്. പ്രൈവറ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവർ സെപ്പറേറ്റ് ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക. അപ്പം അത് ഓരോ കോളേജുകൾ തീരുമാനിക്കും. സ്പോട്ട് അവർ അവരുടെ വെബ്സൈറ്റിലൊക്കെ പറയുന്നുണ്ടായിരിക്കും എന്നാണ് ഇവിടെ വെച്ചിട്ടാണെന്നുള്ളതൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ തേർഡിൽ കഴിഞ്ഞിട്ട് സ്ട്രേയിൽ നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടി. അപ്പം സ്ട്രേയും തേർഡും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം സ്ട്രേയിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, അപ്പോൾ അഡ്മിഷൻ എടുത്തു. അപ്പോൾ അത് പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ, അതായത് നിങ്ങളെ സ്പോട്ടിന് മുൻപ് കിട്ടിയിട്ടുള്ള കോളേജ് പ്രൈവറ്റ് ആണെങ്കിൽ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും. കാരണം പ്രൈവറ്റ് കോളേജ് നോർമലി നിങ്ങൾക്ക് NOC തരാറില്ല സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം NOC ഇല്ലെങ്കിലുള്ള പ്രശ്നം, നിങ്ങൾ സ്പോട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് കോളേജ് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിൽ ഒന്നും കാണത്തില്ല, അഡ്മിഷൻ കാണത്തില്ല, വീട്ടിൽ പൊക്കോളാൻ പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ട്. ഗവൺമെൻറ് കോളേജിനൊന്നും വലിയ സീനൊന്നുമില്ല. അത് നിങ്ങൾക്ക് സ്പോട്ടിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന ഗവൺമെൻറ് കോളേജ് ആണ് നിങ്ങൾക്ക് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഗവൺമെൻറ് കോളേജ് വേണം, നിങ്ങൾക്ക് സുഖമായിട്ട് പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ മറ്റേടത്ത് ഇങ്ങനെ റിസ്ക് ഉണ്ട്. കാരണം പ്രൈവറ്റ് കോളേജ് അവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേറെ ആളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ സ്പോട്ട് അവർ നടത്തുന്നുണ്ടായിരിക്കും, ബട്ട് എന്നിരുന്നാലും ഈ പറഞ്ഞുകൊണ്ട് പ്രൈവറ്റ് കോളേജസ് നിങ്ങളെ അലോ ചെയ്യില്ല. ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ.